ക്രിസ്തുദർശനം എന്ന ഈ പരിപാടിയിലേക്ക് ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വിശ്രുത അമേരിക്കൻ നാടകകൃത്തായ ആർതർ മില്ലറുടെ ഓൾ മൈ സൺസ് എന്ന നാടകമാണ്. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ അമേരിക്കൻ ജനതയുടെ അത്യാർത്തിയെയും മനുഷ്യത്വരഹിതമായിട്ടുള്ള ജീവിത സമീപനത്തെയും നിശിതമായി വിമർശിക്കുന്ന ഒരു നാടകമാണ് ഓൾ മൈ സൺസ്. ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കാലത്ത് ജനിക്കുകയും രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കെടുതികൾ നേരിട്ട് കാണുകയും ചെയ്ത ഒരു എഴുത്തുകാരനാണ് ആർതർ മില്ലർ. ക്രിസ്തീയമായ സമീപനത്തിന് വളരെയേറെ സാധ്യതകളുള്ള ഒരു നാടകമാണ്. പ്രത്യക്ഷത്തിൽ അത്തരം കാര്യങ്ങളൊന്നുമില്ലെങ്കിലും ഇതിൻ്റെ അപഗ്രഥനത്തിൽ ക്രിസ്തീയമായ വീക്ഷണത്തിന് വളരെ പല വീക്ഷണങ്ങളിലൂടെ ഈ നാടകം പഠിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തീയമായ വീക്ഷണത്തിന്, പാപബോധത്തിന്, പാപസങ്കല്പത്തിന് ഒക്കെ വളരെയധികം സാധ്യതകളുള്ള ഒരു നാടകമാണ് ഓൾ മൈ സൺസ് എന്ന് പറയുന്നത്. ഇത് വാസ്തവത്തിൽ ഒരു സംഭവ കഥയെ ആസ്പദമാക്കി എഴുതിയതാണ്. 1943 അമേരിക്കയിലുണ്ടായ ഒരു കുംഭകോണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റൈറ്റ് എയറോനോട്ടിക്കൽ കോർപ്പറേഷൻ അമേരിക്കയിലെ ചില സൈനിക ഉദ്യോഗസ്ഥന്മാരും കൂടി നടത്തിയ ഒരു കുംഭകോണം, കേടുവന്ന യുദ്ധോപകരണങ്ങൾ, വിമാന ഭാഗങ്ങൾ സൈന്യത്തിന് നൽകിയതുമായി ബന്ധപ്പെട്ട് 3 സൈനിക ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിച്ച ആ സംഭവമാണ് ഈ നാടകത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത്. ഇതിലെ നായകനും പ്രതിനായകനും എല്ലാം ഒരാളാണ്, ജോ കെല്ലർ. അയാൾ വലിയ ഒരു ബിസിനസ്സുകാരനാണ്. നാടകാരംഭത്തിൽ നമ്മൾ കാണുന്നത് ജോ കെല്ലറുടെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഫ്രാങ്ക് വരുന്നതാണ്. ഈ ഫ്രാങ്ക് വരുന്നത് ജോ കെല്ലറുടെ ഒരു മകനെ കാണാതായിട്ടുണ്ട് യുദ്ധത്തിൽ, ലാറി കെല്ലർ. ഈ ലാറി കെല്ലറുടെ ജാതകം, ഹോറോസ്കോപ്പ്, അത് അയാൾ ഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യം പറയാനായിട്ടാണ് വരുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ചില സംഭവങ്ങൾ രാവിലെ നോക്കുമ്പോൾ വീടിൻ്റെ പിൻഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു മരം, ഇത് ലാറിയുടെ സ്മരണയ്ക്കായിട്ട് അയാളെ കാണാതായപ്പോൾ നട്ടതാണ്. അത് തലേന്ന് രാത്രിയിലത്തെ ഈ കാറ്റിൽ ആ മരം പൊട്ടി വീണിരിക്കുന്നു. ലാറിയുടെ ജന്മവാർഷികം അടുത്തു വരികയാണ്. അപ്പോൾ ഇതൊരു അപശകുനമായിട്ടാണ് ഈ നാടകം തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു അപശകുനത്തിലാണ് ഈ നാടകം ആരംഭിക്കുന്നത്. ഈ ജോ കെല്ലർ ഒരു വ്യവസായിയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വ്യവസായത്തിൻ്റെ സ്വഭാവം സൈന്യത്തിന്, എയർഫോഴ്സിന് ആവശ്യമുള്ള ഈ സിലിണ്ടർ ഹെഡുകൾ, P-40 ഫൈറ്റർ പ്ലെയിനിന് ആവശ്യമായിട്ടുള്ള സിലിണ്ടർ ഹെഡുകൾ സപ്ലൈ ചെയ്യുന്ന ഒരു വ്യവസായമായിരുന്നു ഇദ്ദേഹത്തിനൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു, സ്റ്റീവ് ഡീവർ. നാടകം തുടങ്ങുമ്പോൾ നമ്മൾ അറിയുന്നു സ്റ്റീവ് ഡീവർ ജയിലിലാണ്. ഇതിൻ്റെ കാരണം സൈന്യത്തിന് കൊടുത്ത, എയർഫോഴ്സിന് ഇവർ സപ്ലൈ ചെയ്ത ഈ സിലിണ്ടർ ഹെഡ് പലതും ഒരു ബാച്ച് മൊത്തം തകരാറുള്ളതായിരുന്നു. അത് പറപ്പിച്ച 21 പൈലറ്റുമാർ വിമാനം തകർന്ന് മരിച്ചു. ഇതിൻ്റെ പേരിൽ ഇവരെ 2 പേരെയും അറസ്റ്റ് ചെയ്തു, പാർട്ട്ണർമാരെ, ജോ കെല്ലറെയും സ്റ്റീവ് ഡീവറെയും. പക്ഷേ ജോ കെല്ലർ കോടതിയിൽ വെച്ചിട്ട് തൻ്റെ നിരപരാധിത്വം തെളിയിച്ചു. അതായത് താൻ ആ ദിവസം ഫാക്ടറിയിൽ പോയിട്ടില്ല, ഇതിൻ്റെ പാക്കിങ്ങും മറ്റ് കാര്യങ്ങളും എല്ലാം ചെയ്തത് സ്റ്റീവ് ഡീവറാണെന്ന് ഇയാൾ സ്ഥാപിച്ചു. കുറ്റം നടന്ന സ്ഥലത്ത് കുറ്റവാളിയില്ല എന്ന് എലിബി എന്ന് പറയും, അത് പ്രൂവ് ചെയ്തു. അങ്ങനെ ജോ കെല്ലർ കുറ്റവിമുക്തനായി. പക്ഷേ നാട്ടുകാർക്കെല്ലാം അറിയാം, ജോ കെല്ലറുടെ ഭാര്യയ്ക്ക് അടക്കം എല്ലാവർക്കും അറിയാം, അവരാ താമസിക്കുന്ന പരിസരത്തുള്ളവർക്കെല്ലാം അറിയാം ജോ കെല്ലർ കുറ്റവാളിയാണ്. തന്ത്രം പ്രയോഗിച്ച് അയാൾ തൻ്റെ സുഹൃത്തിനെ ഒറ്റിക്കൊടുത്തിട്ട് കേസിൽ നിന്ന് ഊരിക്കൊണ്ടുപോകുന്നതാണ് എന്നറിയാം. അപ്പം ഇങ്ങനൊരു പശ്ചാത്തലത്തിലാണ് ഈ നാടകം ആരംഭിക്കുന്നത്.
ജോ കെല്ലറുടെ ഈ കാണാതായ മകൻ ലാറി കെല്ലർ അല്ല എങ്ങനെ കാണാതായി എന്നൊന്നും അറിയില്ല. കാണാതായി എന്ന് മാത്രം, മിസ്സിങ്, യുദ്ധത്തിൽ മിസ്സിങ് എന്നാണ്. അപ്പോൾ അവൻ എന്തെങ്കിലും മടങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ച് കഴിയുന്ന ആളാണ് ജോ കെല്ലറുടെ ഭാര്യ കെയ്റ്റ്. 2-3 വർഷമായി കാണാതായിട്ട്. മകൻ എന്തെങ്കിലും വരും, അത് അവരുടെ ഉറച്ച വിശ്വാസമാണ്. അവൻ വരും, സൂര്യൻ എന്നും കിഴക്കുദിക്കും, കാരണം അതങ്ങനെയാണ്. അതുപോലെ എൻ്റെ മകൻ തിരിച്ചു വരും, അതങ്ങനെയാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ മരിച്ച അല്ലെങ്കിൽ കാണാതായ ലാറി കെല്ലർക്ക് ഒരു കാമുകയുണ്ടായിരുന്നു, ആൻ ഡീവർ. അതായത് ജോ കെല്ലറുടെ ഈ പാർട്ട്ണറുടെ മകളാണ്. 2 മക്കളാണ് അയാൾക്ക്, ജോർജ് ഡീവറും ആൻ ഡീവറും. ആൻ ഡീവറും ഈ ലാറി കെല്ലറും പ്രേമബദ്ധരായിരുന്നു. ഇദ്ദേഹം മരിച്ചുപോയി എന്ന് ആൻ ഡീവർക്കറിയാം. അമ്മയ്ക്ക് മാത്രമാണ് അക്കാര്യത്തിലൊരു സംശയം. നാടകത്തിൻ്റെ ആദ്യത്തെ ആക്റ്റിൽ തന്നെ നമ്മൾ കാണുന്നു ആൻ ഡീവർ. ഇപ്പോൾ അവർ താമസം അവിടെയല്ല, നേരത്തെ ഇവിടെ നെയ്ബറായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു ഡോക്ടറാണ്. അവരിവിടുന്ന് വീട് വിട്ടുപോയി ദൂരെ. സ്റ്റീവ് ഡീവർ ജയിലിലാണ്, ഒരു നാട് വിട്ട് വേറെ നാട്ടിലാണ് ഇപ്പോൾ താമസം. എങ്കിലും ജോ കെല്ലറുടെ 2ാമത്തെ മകൻ ക്രിസ് കെല്ലറുമായിട്ട് കഴിഞ്ഞ 2 വർഷമായി എഴുത്തുകുത്തുകൾ നടത്തുകയും ഇവർ വിവാഹിതരാകാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന ആ സന്ദർഭത്തിലാണ് നാടകം തുടങ്ങുന്നത്. പക്ഷേ ഈ വിവാഹത്തിന് ഒരു തടസ്സമുണ്ട്, അത് അമ്മ തന്നെയാണ്. കെയ്റ്റ് പറയുന്നു, നീ ലാറിയുടെ പെണ്ണാണ്, അതുകൊണ്ട് അവളെ ഒരു കാരണവശാലും ക്രിസ് കല്യാണം കഴിക്കാൻ പാടില്ല. അമ്മ എത്ര പറഞ്ഞിട്ടും അമ്മ സമ്മതിക്കുന്നില്ല വിവാഹത്തിന്. ലാറി മരിച്ചുപോയി എന്നുള്ള ഒരു കാര്യവും അവർ സ്വീകരിക്കുകയില്ല. അവൻ വരും എന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മരം പൊട്ടി വീണത് രാത്രിയിൽ. ആ ഒരു നിമിത്ത സൂചനയോടുകൂടിയാണ് ഈ നാടകത്തിൻ്റെ തുടക്കം. പാനോടെ വന്നു, വീട്ടിൽ വന്നു, അവരൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഈ അയൽവാസിയായ ഒരു ജിം, ഇവരുടെയൊക്കെ സംഭാഷണത്തിൽ ഈ പണ്ട് നടന്ന ഈ വഞ്ചനയുടെ കഥ ഇടയ്ക്കിടയ്ക്ക് തികട്ടി വരുന്നുണ്ട്. ജോ കെല്ലർ അതിനെയെല്ലാം സമർത്ഥമായിട്ട് നേരിടുന്നുമുണ്ട്. അമ്മയുടെ എതിർപ്പ് ഒന്നില്ലായിരുന്നുവെങ്കിൽ ക്രിസും ആനുമായിട്ടുള്ള വിവാഹം നടക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ. ഈ സമയത്ത് ജോർജിൻ്റെ ഒരു ഫോൺ വരുന്നു ആൻ ഡീവർക്ക്, അതായത് ആനിൻ്റെ സഹോദരൻ. കാരണം ജോർജ് ജയിലിൽ ചെന്ന് തൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. വളരെ കാലമായിട്ട് ജയിലിൽ പോയതിൽ പിന്നെ, അയാൾ ജയിലിലായതിൽ പിന്നെ ഇന്നേ വരെ 2 മക്കളും തങ്ങളുടെ പിതാവിനെ പോയി കണ്ടില്ല. കാരണം അയാൾ ചെയ്ത ആ ദ്രോഹത്തിൻ്റെ ആ ഒരു നാണക്കേട് ഓർത്തിട്ട് അച്ഛനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞവരാണ് ഈ 2 മക്കളും. എങ്കിലും ഈ ക്രിസുമായിട്ട് ഉള്ള വിവാഹകാര്യം പറയാൻ വേണ്ടിയിട്ട് ജോർജ്, ക്രിസും ആനും തമ്മിലുള്ള വിവാഹകാര്യം, അതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് ജോർജ് ജയിലിലുള്ള സ്റ്റീവ് ഡീവറെ, അതായത് ജോ കെല്ലറുടെ പഴയ സഹപ്രവർത്തകൻ്റെ, ജയിലിൽ കിടക്കുന്ന സഹപ്രവർത്തകനെ കാണാനായിട്ട് ചെന്നു. അവിടെ നിന്ന് ജോർജ് ഫോൺ ചെയ്തിരിക്കുകയാണ്. ജോർജ് അടിയന്തരമായി വരുന്നുവെന്നാണ് ആ ഫോൺ സന്ദേശത്തിൻ്റെ സാരം. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നതുപോലെ ജോർജ് അവിടെ എത്തി. ജോർജ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും നേരത്തെ സംശയമുള്ളൊരു കാര്യമാണ്. തൻ്റെ പിതാവിനെ ഇതുവരെ കാണാതിരുന്ന ജോർജ് പോയി കണ്ടു. അപ്പോൾ പിതാവ് ജയിലിൽ വെച്ച് ജോർജിനോടൊരു കാര്യം പറഞ്ഞു. അതായത് അന്ന് ഫാക്ടറിയിൽ ഈ കേടുള്ള തകരാറ് ബാധിച്ച സിലിണ്ടർ ഹെഡുകൾ കയറ്റുമതി ചെയ്ത അന്ന് ആദ്യം ഫാക്ടറിയിലെത്തിയത് സ്റ്റീവാണ്. അപ്പോൾ ആ ഒരു ബാച്ച് 120 സിലിണ്ടർ ഹെഡുകൾ തകരാറുള്ളതാണ് എന്ന് അയാൾ ഫോൺ ചെയ്ത് പറഞ്ഞു ജോ കെല്ലറോട്. ഉടനെ ഫാക്ടറിയിൽ എത്തണം എന്നാണ്. ജോ കെല്ലർ പറഞ്ഞു, അത് തകരാറുകൾ തൽക്കാലം ആരും അറിയാത്തതുപോലെ വെൽഡ് ചെയ്തിട്ട് വേഗം അയക്കുക എന്നാണ്. കാരണം മിലിറ്ററിയുടെ ഇതാണ് ഓർഡർ,
തക്ക സമയത്ത് സപ്ലൈ ചെയ്തില്ലെങ്കിൽ അവർ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകും. അവരെ ഇതിൻ്റെ സപ്ലൈയിൽ നിന്ന് ഇനി ഇല്ലാതാക്കുകയും ചെയ്യും, പുറത്ത് കളയുകയും ചെയ്യും. അപ്പം അന്ന് ജോ കെല്ലർ ഓഫീസിൽ പോയിട്ടില്ല. ജോ കെല്ലർ പറഞ്ഞത് കേട്ട് സ്റ്റീവ് ഡീവർ അത് പറഞ്ഞ പ്രകാരം തന്നെ അത് വെൽഡ് ചെയ്ത് അത് കയറ്റി അയച്ചു. ആ വിമാനം ഉപയോഗിച്ച് പറന്നതിൽ 21 പൈലറ്റുമാർ കൊല്ലപ്പെട്ടു. ഇതാണ് കേസ്. അപ്പോൾ ഇങ്ങനൊരു ഫോൺ സംഭാഷണം ഉണ്ടായതായിട്ട് ജോ കെല്ലർ ആരോടും സമ്മതിക്കുന്നില്ല. അതിന് തെളിവുമില്ലല്ലോ. ഒരു ഫോൺ വിളിച്ചു എന്ന് പറയുന്നതിന് തെളിവില്ല. അപ്പോൾ ജോർജ് വന്ന് പറഞ്ഞു, ഇതാണ് സംഭവം. ജോ കെല്ലർ ഫോൺ ചെയ്തിട്ടാണ് തൻ്റെ പിതാവിൻ്റെ ഈ കുറ്റത്തിൽ തുല്യ പങ്കാളിയാണ് ജോ കെല്ലർ എന്ന് ജോർജ് പറഞ്ഞു. പക്ഷേ ജോ കെല്ലർ അത് നിഷേധിക്കുകയാണ്. അതായത് തനിക്ക് അന്ന് പനിയായിരുന്നു, അതുകൊണ്ടാണ് ഓഫീസിൽ പോകാത്തതെന്നാണ് പറഞ്ഞിരുന്നത്. അന്ന് പനിയായിരുന്നു, ഒന്ന് ഫ്ലൂ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാനന്ന് ഓഫീസിൽ പോകാത്തതെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനിടയിൽ സംഭാഷണത്തിനിടയിൽ ഒരബദ്ധം പറ്റി. വേറൊരു കാര്യം പറഞ്ഞു വന്നപ്പോൾ ഈ ആരോഗ്യത്തെപ്പറ്റിയുള്ള സംഭാഷണത്തിൽ ജോ കെല്ലറുടെ ആരോഗ്യത്തെപ്പറ്റി ഒരു പരാമർശം വന്നപ്പോൾ അറിയാതെ കേറ്റ്, അതായത് ജോ കെല്ലറുടെ ഭാര്യ പറഞ്ഞു, ഇദ്ദേഹത്തിന് കഴിഞ്ഞ 15 വർഷമായിട്ട് ഒരു ചെറിയ ജലദോഷം പോലും വന്നിട്ടില്ല. പെട്ടെന്ന് അത് അപകടം മണത്തെ ജോ കെല്ലർ പറഞ്ഞു, അല്ല അന്ന് ഉണ്ടായ ആ ഒരു ചെറിയ ഫ്ലൂ ഒഴികെ വേറെ അസുഖമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു അപകടമുണ്ട്. ഇതാണ് ഈ നാടകത്തിൻ്റെ ടേണിംഗ് പോയിൻറ്റ്. അതുവരെ തൻ്റെ നിരപരാധിത്വത്തിൽ ഉറച്ചു നിന്ന ജോ കെല്ലർക്ക് അവിടെ നിന്ന് അടിതെറ്റുകയാണ്. ഇത് ജോർജിൽ വലിയ സംശയങ്ങളുണ്ടാക്കിയാണ്. നാടകത്തിൻ്റെ ഗതിക്രമങ്ങൾ മുഴുവൻ മാറുകയാണ്. അപ്പോൾ ക്രിസ് വളരെ ആദർശവാനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ക്രിസ്. ജോ കെല്ലറുടെ ഈ ധനാർജന ത്വര അയാൾക്ക് ഇഷ്ടമല്ല. പ്രായോഗിക ബുദ്ധിയുള്ളവനാവാൻ ക്രിസും ഒരു പട്ടാളക്കാരനാണ്. ക്രിസ് നേരിട്ട് കണ്ടിട്ടുണ്ട്. തൻ്റെ പട്ടാളത്തിലുള്ള ഒരു കമ്പനി അപ്പാടെ നശിച്ചു പോകുന്നത് ക്രിസ് കണ്ടതാണ്. അപ്പോൾ രാജ്യത്തിന് വേണ്ടി യുദ്ധരംഗത്ത് പോരാടുക, തിരിച്ചു വരുമ്പോൾ അതെല്ലാം മറന്ന് ഒരു ബസ് ആക്സിഡൻറ്റ് പോലെ, ആ വാക്കാണ് ഉപയോഗിക്കുന്നത് ആർതർ മില്ലർ, അതെല്ലാം മറന്ന് കളയുക. എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി അവിടെ മരിക്കുന്നു, ഇവിടെ ഓരോരുത്തരും അവനവന് വേണ്ടി മാത്രം ജീവിക്കുന്നു. ഈ ഒരു വൈരുദ്ധ്യമാണ് ക്രിസിനെ അലട്ടുന്നത്. അപ്പോൾ ക്രിസും ജോ കെല്ലറും തമ്മിൽ ഈ കാര്യത്തിൽ ഏറ്റുമുട്ടുകയാണ്. ജോ കെല്ലർ പറഞ്ഞു, നിനക്ക് വേണ്ടിയാണ്, ഞാൻ എന്തും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടിയാണ്, ഞാൻ നേടുന്നതെല്ലാം നിനക്ക് വേണ്ടിയാണ്. അപ്പോൾ ക്രിസ് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഈ കുടുംബത്തിനപ്പുറത്തൊരു സാധനമില്ലേ, രാജ്യമില്ലേ, ജനങ്ങളില്ലേ, മറ്റുള്ളവരില്ലേ? അപ്പോൾ ജോ കെല്ലർ പറഞ്ഞു, നീ പ്രായോഗിക ബുദ്ധി ഉള്ളവനാവണം. ക്രിസ് പറഞ്ഞു, യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടുന്നവർ പ്രായോഗിക ബുദ്ധിയുള്ളവരാണ്, മണ്ടന്മാരാണ് പോയിട്ട് മരിക്കുന്നത്. ഇതെന്നും അങ്ങനെയാണ്. അപ്പോൾ ഇത് പറഞ്ഞ് ക്രിസ് ജോ കെല്ലറും തമ്മിൽ. അപ്പോൾ ക്രിസിൻ്റെ ആവശ്യം ഈ കുറ്റത്തിൻ്റെ തുല്യ ഉത്തരവാദിത്വം ജോ കെല്ലർ ഏറ്റെടുക്കണമെന്നാണ്. സ്റ്റീവ് ജയിലിലാണല്ലോ, അതിൻ്റെ തുല്യ ഉത്തരവാദിത്വം ജോ കെല്ലർ ഏറ്റെടുക്കണമെന്നാണ്. ജോ കെല്ലർ അതിന് സന്നദ്ധമല്ല. ജോർജിൻ്റെ ഇടപെടലോടുകൂടി ഒരു കാര്യം വ്യക്തമായി, അതായത് ജോ കെല്ലർക്ക് ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്നുള്ളത്. ജോർജ് പറഞ്ഞു, ഈ ക്രിസിനെ നീ ആനിനോട് പറഞ്ഞു, നീ ക്രിസിനെ നീ കല്യാണം കഴിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം നമ്മുടെ കുടുംബത്തെ തകർത്ത ഒരുവൻ്റെ മകനാണ് ക്രിസ്. അവനോ ഈ കുടുംബമായി നമുക്കിനി ബന്ധം വേണ്ട എന്ന് ജോർജ് പറഞ്ഞു. ക്രിസ് ജോ കെല്ലറെ ചോദ്യം ചെയ്യുകയാണ്. ജോ കെല്ലർക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ജോ കെല്ലർ പറഞ്ഞു, ഞാനെന്ന് തന്നെ ഇരിക്കട്ടെ, അന്നത്തെ ആ ഒരു തീരുമാനം എൻ്റേതാണ്, അത് ഈ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. സൈന്യത്തിൻ്റെ 120 സിലിണ്ടർ ഹെഡുകളാണ് അന്ന് കേടായത്. അത് മുഴുവൻ റിജക്റ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ ആവശ്യമാണ്. നമ്മൾ യുദ്ധത്തിനുള്ള സപ്ലൈയിൽ നിന്ന് പുറത്താവുകയാണ്. അതോടുകൂടി കുടുംബം വഴിയാധാരമാകും. ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത ഒരു പൊടിക്കൈയാണ്. പക്ഷേ അത് വെച്ചിട്ടൊന്നും ആണ് ഈ അപകടം ഉണ്ടായതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ക്രിസ് പറഞ്ഞു, ലാറിയുടെ തിരോധാനത്തിൻ്റെ പിന്നിൽ ഇതാണ്, ഇതുകൊണ്ടാണ് ലാറി കെല്ലർ മരിച്ചത്. ജോ കെല്ലർ പറഞ്ഞു, അല്ല, അവൻ ഈ വിമാനം ഓടിച്ചിട്ടല്ലല്ലോ, ഇതുള്ള ഫിറ്റ് ചെയ്ത വിമാനമല്ലല്ലോ അവൻ ഓടിച്ചത്, അതിന് തെളിവൊന്നുമില്ലല്ലോ. ഇങ്ങനെ അച്ഛനും മകനും തമ്മിലുള്ള വാഗ്വാദം മൂത്തു.
എന്ത് വന്നിട്ടും ജോ കെല്ലർ സമ്മതിക്കുന്നില്ല താൻ തെറ്റുകാരനാണ്, താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ തൻ്റെ മകന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്രിസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതായത് ഈ കുറ്റം സമ്മതിച്ച് ജയിലിൽ പോകാൻ ജോ കെല്ലർ സന്നദ്ധനായാൽ മാത്രമേ ഞാൻ തിരിച്ചു വരികയുള്ളൂ എന്ന് പറഞ്ഞ് ക്രിസ് വീട് വിട്ട് വണ്ടിയെടുത്ത് അങ്ങ് പോവുകയാണ്. അവിടെ ഒരു ഭാഗം അവിടെ അവസാനിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവവികാസമാണ്. ഫ്രാങ്ക്, ഇവരുടെ ഫാമിലി സുഹൃത്തായ ഫ്രാങ്ക്, നേരത്തെ നമ്മൾ കാണുന്നുണ്ട് ഈ ലാറി കെല്ലറുടെ ജാതകവുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഗണിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഫ്രാങ്ക് വരുന്നു. ഫ്രാങ്ക് പറഞ്ഞു, ഞാൻ ആ ജാതക ഗണന പൂർത്തിയാക്കി. അതുപ്രകാരം ഈ ലാറി കെല്ലർക്കിനിയും പുരോഗതിയാണ്, വെച്ചടി കയറ്റം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്, വലിയ അഭിവൃദ്ധിയാണ് ഉണ്ടാകുന്നത്. ഇത് കെയ്റ്റിനെ വളരെയധികം സന്തോഷിപ്പിച്ചു. കാരണം തൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണല്ലോ അത്. അപ്പോൾ ഒരു കാരണവശാലും ക്രിസുമായിട്ടുള്ള വിവാഹം, ആനും ക്രിസും തമ്മിലുള്ള വിവാഹം അനുവദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആൻ ഒരു കാര്യം പറഞ്ഞു, എനിക്കൊരു കത്ത് കിട്ടിയിട്ടുണ്ട്, ലാറി മരിക്കുന്നതിന് മുമ്പ് എഴുതിയതാണ്. ആ കത്തിൽ ജോ കെല്ലർ ചെയ്ത തെറ്റിനെ പറ്റി തൻ്റെ സഹപ്രവർത്തകർ ഒരുപാട് പേര് ഈ വിമാനാപകടത്തിൽ, അതായത് കേടായ സിലിണ്ടർ ഹെഡുകൾ ഘടിപ്പിച്ച വിമാനം, അത് മുഴുവൻ ഇവരുടെ ഫാക്ടറിയിൽ നിന്ന് പോയതാണ്. അതിൻ്റെ ആ കുറ്റബോധം കൊണ്ട് താൻ പറപ്പിക്കുന്ന വിമാനം പറപ്പിച്ച് ഇളങ്ങ് പോവുകയാണ്, ഞാൻ ഇനി മടങ്ങി വരില്ല. അങ്ങനെ ഒരു പ്രദേശത്ത് പോയി വിമാനം ഇടിച്ച് അയാൾ മരിക്കുകയാണ്. ആ മരണത്തിന് മുമ്പ് എഴുതിയ കത്താണ്. ഇതാൻ അവിടെ കാണിക്കുകയാണ്, വായിച്ച് കേൾപ്പിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടാണ് ജോ കെല്ലർ വരുന്നത്. അതായത് ജോ കെല്ലറുടെ പാപത്തിൻ്റെ, ആ ചെയ്ത കുറ്റത്തിൻ്റെ ആ ഒരു ശിക്ഷ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ലാറി കെല്ലർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ള ആ ഒരു വാർത്ത അവിടെ വെച്ച് തിരിച്ചറിയുകയാണ്. ഇത് കേട്ട ജോ കെല്ലർ മുറിയിലേക്ക് കയറിപ്പോയി. പിന്നെ നാം കേൾക്കുന്നത് ഒരു വെടിയൊച്ചയാണ്. ജോ കെല്ലർ ആത്മഹത്യ ചെയ്തു. അപ്പോഴാണ് ക്രിസ് അവിടെ വരുന്നു. ഒന്നും ചെയ്യാനില്ല. ഈ നാടകം ഇങ്ങനെ അവസാനിക്കുകയാണ്. ജോ കെല്ലറുടെ മരണത്തോടുകൂടി ഈ നാടകം അവസാനിക്കുകയാണ്. പക്ഷെ ക്രിസ്തീയമായൊരു കാഴ്ചപ്പാടിൽ നമ്മൾ ഈ നാടകത്തെ വിലയിരുത്തുമ്പോൾ ഇത് വളരെ പ്രത്യക്ഷത്തിൽ അമേരിക്കൻ സമൂഹത്തിൻ്റെ വിമർശനമാണ്. ഇതിന് പല അനാലിസിസിനുള്ള, അപഗ്രഥനത്തിനുള്ള സാധ്യതകളുണ്ട്. ദുരപൂണ്ട എന്തും വില കൊടുത്തു വാങ്ങാൻ പണമാണ് മുഖ്യ എന്ന് വിചാരിക്കുന്ന, എന്തിലും പ്രധാനം പണമാണെന്ന് വിചാരിക്കുന്ന, ഏത് തരത്തിലും പണം നേടേണ്ടതാണ് എന്ന് കരുതുന്ന ദുരപൂണ്ട ഒരു സമൂഹത്തിൻ്റെ വിമർശനമാണ്. ഇതിൻ്റെ പേരിൽ വലിയ ബുദ്ധിമുട്ടുകൾ ആർതർ മില്ലർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പല യാത്രകളും മുടക്കിയിട്ടുണ്ട്. പലതരത്തിലും അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ക്രൈസ്തവമായൊരു വീക്ഷണത്തിൽ നോക്കുമ്പോൾ ഇതിൽ 2 മരണങ്ങളുണ്ട്. അത് വളരെ പ്രധാനമാണ്. ആദ്യത്തേത്, ഈ നാടകത്തിൽ ഒരിക്കലും രംഗപ്രവേശം ചെയ്യാത്തൊരു 2 കഥാപാത്രങ്ങളുണ്ട്. അത് ലാറി കെല്ലറും സ്റ്റീവ് ഡീവറുമാണ്. ഇത് ലാറി കെല്ലർ പരാമർശത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. നാടകം തുടങ്ങുന്നതിന് മുമ്പ് അയാൾ മരിച്ചിരിക്കുന്നു. പക്ഷേ അയാളെപ്പറ്റിയുള്ള പരാമർശം നാടകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ലാറി കെല്ലറുടെ മരണമാണ് ഇതിലെ ഏറ്റവും പ്രതീകാത്മകമായിട്ടുള്ള, ക്രിസ്തീയമായൊരു കാഴ്ചപ്പാടിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. തൻ്റേതായൊരു കുറ്റത്തിനല്ല ലാറി കെല്ലർ മരിച്ചത്, മറിച്ച് തൻ്റെ പിതാവെന്ന് പറഞ്ഞാൽ ജോ കെല്ലർ തന്നെ ഒരു പ്രതീകമാണ്. പണം നേടാൻ വേണ്ടി എന്തും ചെയ്യാൻ, ആരെയും വഞ്ചിക്കാൻ തയ്യാറാവുന്ന ദുരപുണ്ട ഒരു സമൂഹത്തിൻ്റെ ജീവിത വ്യവസ്ഥിതിയുടെ ഒരു തത്വശാസ്ത്രത്തിൻ്റെ പ്രതീകമാണ് ജോ കെല്ലർ. അപ്പം മറ്റുള്ളവരുടെ, അതൊരു സമൂഹത്തിൻ്റെ അമേരിക്കൻ സമൂഹത്തിൻ്റെ മുഴുവൻ പ്രതീകമാണ് ജോ കെല്ലർ. അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ തിന്മയ്ക്ക് വേണ്ടി
ഒരു ജനതയുടെ മുഴുവൻ തിന്മയ്ക്ക് വേണ്ടി അതിൻ്റെ പ്രായശ്ചിത്തം സ്വയം ഏറ്റെടുത്ത് മരണത്തിലേക്ക് വിമാനം പറത്തുന്ന ഈ ലാറി കെല്ലർ, അത് യേശുവിൻ്റെ മറ്റുള്ളവരുടെ പാപത്തിനു വേണ്ടി കുരിശുമരണം വരിച്ച യേശുവിൻ്റെ 20-ാം നൂറ്റാണ്ടിലെ ഒരു പ്രതിരൂപമാണ്. മറ്റൊരു മരണമുള്ളത് ജോ കെല്ലറിൻ്റെ മരണമാണ്. ജോ കെല്ലർ ചെയ്ത കുറ്റം, പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറയുന്നത് തൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനെ വഞ്ചിച്ചു എന്നുള്ളതാണ്, ഒറ്റിക്കൊടുത്തു എന്നുള്ളതാണ്. ഒറ്റുകാരനാണ്. ഒറ്റുകാരെന്നൊന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ബൈബിളിലെ യൂദാസിനെ ഓർമ്മ വരും. തൻ്റെ നേട്ടത്തിന് വേണ്ടി തൻ്റെ ഏറ്റവും വലിയ ഒരു സുഹൃത്തിനെ നിർണായക സന്ദർഭത്തിൽ ഒറ്റുകൊടുത്ത ജോ കെല്ലർ. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് കഥാപാത്രങ്ങളും ഈ നാടകത്തെ വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഇതിന് സാമ്പത്തികം അല്ലെങ്കിൽ രാഷ്ട്രീയവുമായിട്ടുള്ള പല തരത്തിലുള്ള അനാലിസിസ് നടന്നിട്ടുണ്ട്, അപഗ്രഥനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ക്രൈസ്തവമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ അപഗ്രഥിക്കാൻ നമുക്ക് സഹായകം. എഴുത്തുകാരൻ അത് ഉദ്ദേശിച്ചിരുന്നോ എന്നുള്ളതല്ല വിഷയം. എഴുത്തുകാരൻ പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്ന ആശയങ്ങൾ അയാളുടെ കൃതിയിൽ ഉണ്ടാവണമെന്നില്ല. പഴയ കൃതികളും മറ്റുമൊക്കെ എഴുത്തുകാരൻ എന്ത് ആശയഗതി വെച്ചാണ് എഴുതുന്നത് നമുക്കിന്ന് അയാളോട് പോയി ചോദിക്കാനും നിവൃത്തിയില്ല. ക്രൈസ്തവമായിട്ടുള്ള വിശകലനത്തിന് വളരെയധികം വഴങ്ങുന്ന, ക്രിസ്തീയമായ വിശകലന രീതിയുമായി വളരെയധികം പൊരുത്തപ്പെടുന്ന ഒരു നാടകമാണ് ആർതർ മില്ലറുടെ ഓൾ മൈ സൺസ്. 20-ാം നൂറ്റാണ്ടിലെ ബൈബിളിലെ രണ്ട് മുഹൂർത്തങ്ങളെ, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം കുരിശ് ഏറ്റെടുക്കുന്ന യേശുവിൻ്റെയും സഹോദരനെ ഒറ്റിക്കൊടുത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ സുഹൃത്തിനെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തതിൻ്റെ പേരിൽ ഹൃദയം തകർന്ന് അല്ലെങ്കിൽ നിരാശനായി ആത്മഹത്യ ചെയ്യുന്ന യൂദാസിൻ്റെയും രണ്ട് പ്രതിരൂപങ്ങൾ. ഇതിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ യേശുവും യൂദാസും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ചരിത്രഗതിയിലുടനീളം യേശുവും യൂദാസും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ സ്വത്വം മറന്ന്, മൂല്യങ്ങൾ മറന്ന്, ഭൗതിക സമൃദ്ധിയുടെ പിന്നാലെ പായുന്ന കാലത്തോളം ഈ ബലികൾ അനിവാര്യമാണ് എന്നുള്ള ആ ഒരു സന്ദേശമാണ് ഈ നാടകം നമുക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. ക്രിസ്തു ദർശനവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഗ്രന്ഥവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.